കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ തേനീച്ചകൾ നമ്മുടെ കൈയുടെ ചലനങ്ങളും തേനീച്ചകളുടെ ചലനങ്ങളും എല്ലാം സാവധാനം എടുത്ത് പരിശോധിക്കാം. ഈയിടെ പരിശോധിച്ചപ്പോൾ അതിനകത്ത് ചെറിയതായിട്ടൊരു റാണി സെല്ല് കെട്ടുന്നതായിട്ട് കണ്ടു. ആ സെല്ല് നമ്മളിപ്പോൾ ഉടച്ച് കളയുന്നു. അടുത്തട നമ്മൾ പരിശോധിക്കുകയാണ്. അടുത്തട പരിശോധിച്ചപ്പോൾ കുറച്ച് ആണീച്ചകളുടെ അനുസരിച്ചിട്ട് അടിയിലത്തെ അടകൾ പരിശോധിക്കുക. എന്താണ്ട് ഈ കാണുന്നതും റാണി സെല്ല് കെട്ടി വരുന്നതാണ്. ഇപ്പോൾ തന്നെ നമ്മൾ 5 റാണി സെല്ലോളം കണ്ടു. റാണി സെല്ലുകൾ ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഉറപ്പ് വരുത്തിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രയത്നമൊക്കെ വ്യർത്ഥമായിട്ട് മാറും. അങ്ങനെ എക്സ്ട്രാ അടകളൊക്കെ അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അടകളെടുത്ത് വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അങ്ങനെ വെച്ച് കൊടുത്തത്. എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഫീൽഡ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് 3ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. അതിനായി നമുക്ക് സാവധാനം കൂടിൻ്റെ അടപ്പ് തുറക്കാം. അത്യാവശ്യം വളർന്നൊരു കോളനി തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് തുറന്ന് കാണാം. തുറക്കുമ്പോൾ തന്നെ നമ്മൾ സാവധാനം കൂടുകൾ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ തേനീച്ചകളുടെ കുത്തേൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ ചലനങ്ങളും നമ്മുടെ കൈയുടെ ചലനങ്ങളും തേനീച്ചകളുടെ ചലനങ്ങളും എല്ലാം കൂടെ ഒരേ ദിശയിൽ കടന്നു വന്നാൽ മാത്രമേ നമുക്ക് അധികം കുത്ത് ഏൽക്കാതിരിക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് സാവധാനം അതിൻ്റെ സൂപ്പർ ചേംബർ ഇളക്കി താഴേക്ക് വെച്ച് അടച്ചു വെക്കാം. എന്നിട്ട് സാവധാനം അതിനെ ഈച്ചകളെയൊക്കെ ഒന്ന് ശാന്തരാക്കി അതിനകത്തുള്ള അടകളൊക്കെ ഒന്ന് നമുക്ക് ഇളക്കി വയ്ക്കാം. ഇളക്കി വയ്ക്കാമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേനീച്ചകൾ അവരുടെ അടകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിച്ച് വയ്ക്കാറാണ് പതിവ്. അങ്ങനെ യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന അടകൾ നമ്മൾ വലിച്ചെടുക്കുമ്പോൾ തേനീച്ചകൾക്ക് നോവാനുള്ള ചാൻസ് ഉണ്ട്. അതിന് നൊന്ത് കഴിഞ്ഞാൽ നമ്മളെ ആക്രമിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോ അടകളും സാവധാനം എടുത്ത് പരിശോധിക്കാം. ഈയിടെ പരിശോധിച്ചപ്പോൾ അതിനകത്ത് ചെറിയതായിട്ടൊരു റാണി സെല്ല് കെട്ടുന്നതായിട്ട് കണ്ടു. ആ സെല്ല് നമ്മളിപ്പോൾ ഉടച്ച് കളയുന്നില്ല. ഉടച്ച് കളയാതെ അതിനകത്തെ സ്ഥിതിഗതികളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആ സെല്ല് നമ്മൾ ഉടച്ച് കളയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അവിടെ നിർത്തിയേക്കാണ്. അവസാനം അത് ഉടച്ച് കളയുന്നതായിരിക്കും. അങ്ങനെ അടുത്ത അട നമ്മൾ പരിശോധിക്കുകയാണ്. അടുത്ത അട പരിശോധിച്ചപ്പോൾ കുറച്ച് ആണീച്ചകളുടെ സെല്ല് കൂടുതലുള്ള ഒരു അടയായിട്ടാണ് തോന്നുന്നത്. നമ്മൾ ഓരോ അടകളും പരിശോധിക്കുമ്പോൾ ഓരോ അടകളുടെയും സ്ഥിതി എന്താണെന്ന് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ 1-2 അടകൾ നമ്മൾ കൊണ്ടുവന്ന സെപ്പറേറ്റ് കൂട്ടിലേക്ക് നമ്മൾ മാറ്റി വെച്ചു. ഇതായി കാണുന്നതാണ് റാണി സെല്ല്. അതിനെ നമ്മൾ ഉടച്ച് കളയേണ്ടത് അത്യാവശ്യമാണ്. മുമ്പുള്ള വീഡിയോകളിലൊന്നും ഇതുമാതിരി സെല്ല് രൂപപ്പെട്ടിട്ടില്ലായിരുന്നു. ഇനിയാണ് ഇങ്ങനെയുള്ള സെല്ലുകൾ ധാരാളമായി കണ്ടുവരുന്ന സമയം എന്ന് പറയുന്നത്. അത് ഒരെണ്ണം പോലും അവശേഷിക്കാതെ എല്ലാം നമ്മൾ ഇതുമാതിരി നശിപ്പിച്ച് കളയേണ്ടതായിട്ടുണ്ട്. കൈ കൊണ്ടോ സ്മോക്കറിൻ്റെ എന്തെങ്കിലും മുന കൊണ്ടോ ഒക്കെ നമുക്ക് കത്തി കൊണ്ടോ ഒക്കെ നമുക്കതിനെ മുറിച്ച് മാറ്റി കളയേണ്ടതായിട്ടുണ്ട്. ആ കൂട്ടിൽ തന്നെ നിലനിർത്തി കഴിഞ്ഞാൽ അത് വിരിയാൻ ഭാഗമാകുമ്പോഴത്തേക്കും പഴയ റാണിയും കുറേ ഈച്ചകളുമായിട്ട് സെറ്റ് പിരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ സെറ്റ് പിരിഞ്ഞു പോയാലുള്ള കുഴപ്പം നമ്മുടെ തേനീച്ച കൂട്ടിൽ നിന്ന് പിന്നീട് നമുക്ക് കൂടുതലായിട്ട് അതിൽ നിന്ന് ആദായം ലഭിക്കുകയില്ല. നമുക്ക് കൂടുതലായിട്ട് ഒരു കോളനിയിൽ തേൻ എടുക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം തേനീച്ചകളെ അത് ഉൾക്കൊള്ളിക്കാമോ അത്രത്തോളം തേനീച്ചകളെ അതിൽ ഉൾക്കൊള്ളിച്ചാൽ മാത്രമേ നമുക്ക് ആ കൂട്ടിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് തേൻ വരുന്ന മുറയ്ക്ക് നമ്മുടെ തേനീച്ച കൂട്ടിലും തേൻ സംഭരിച്ചു വയ്ക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇനിയുള്ള 2-3 ആഴ്ചകളിലേക്ക് ഒരു 5 ദിവസം 6 ദിവസമോ കൂടുമ്പോൾ തീർച്ചയായിട്ടും തേനീച്ച കോളനിയുടെ വളർച്ചയ്ക്കനുസരിച്ചിട്ട്
അടിയിലത്തെ അടകൾ പരിശോധിക്കുക. എന്താണ്ട് ഈ കാണുന്നതും റാണി സെല്ല് കെട്ടി വരുന്നതാണ്. ഇപ്പോൾ തന്നെ നമ്മൾ 5 റാണി സെല്ലോളം കണ്ടു. ദാ ഈ വരുന്നതാണ് റാണി. അപ്പോൾ നമ്മുടെ തേനീച്ചക്കൂട്ടിൽ റാണിയുണ്ട്, നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ബോധ്യമായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം കണ്ട സെല്ല് നശിപ്പിച്ച് കളയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നശിപ്പിച്ച് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അത് സെറ്റ് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിൻ്റെ അടുത്തൊരു റാണി സെല്ലും കൂടെ കണ്ടു, അത് നശിപ്പിച്ച് കളയുകയാണ്. അതിൻ്റെ മൂലയ്ക്കും വേറൊരെണ്ണം ഉണ്ട്. അങ്ങനെ നമ്മൾ ഓരോ അടകളും പരിശോധിച്ച് റാണി സെല്ലുകൾ ഉണ്ടോയെന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഉറപ്പുവരുത്തിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രയത്നമൊക്കെ വ്യർത്ഥമായിട്ട് മാറും. കൂടാതെ സൈഡിലുള്ള ഗ്യാപ്പിലൊക്കെ ഇതുമാതിരി അടകൾ എക്സ്ട്രാ കെട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് ക്ലിയർ ആക്കി വെച്ചിട്ട് വേണം നമ്മൾ സൂപ്പറിലേക്ക് ഫ്രെയിമുകളിൽ അടകൾ വെച്ച് കെട്ടി കൊടുക്കാൻ. അങ്ങനെ എക്സ്ട്രാ അടകളൊക്കെ അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അടകളെടുത്ത് പരിശോധിക്കാനൊക്കെ വളരെ ഡിസ്റ്റർബൻസ് ആയിട്ട് മാറും. അതുകൊണ്ട് ഓരോ ആഴ്ചയും അത് ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും വളരെ നല്ലത്. അങ്ങനെ നമ്മൾ തേനീച്ചക്കൂട്ടിലെ അടകളൊക്കെ പരിശോധിച്ചു, റാണി സെല്ലുകളൊക്കെ നീക്കം ചെയ്തു. അങ്ങനെ റാണി സെല്ലുകൾ നീക്കം ചെയ്ത ശേഷം ഒരെണ്ണം നമ്മൾ കാലിയിട്ട് കൊടുക്കുകയാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം കണ്ട ആണീച്ചകളുടെ സെല്ല് കൂടുതലായിട്ടുള്ള അട നമ്മൾ തേനീച്ചകളെ മാറ്റി ഇനി എടുക്കുകയാണ്. തേനീച്ചകളെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ സൗകര്യപ്രകാരം എങ്ങനെ വേണമെങ്കിലും തേനീച്ചകളെ മാറ്റുക എന്നുള്ളതാണ്. കൂടുതൽ കുത്തു വാങ്ങാതെ തേനീച്ചകളെ നമ്മുടെ കൂട്ടിലേക്ക് ഇറക്കി വിടുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. അങ്ങനെ തേനീച്ചകളെയൊക്കെ ഒഴിപ്പിച്ച ശേഷം നമുക്ക് ഈ അടയുടെ കുറച്ച് ഭാഗം അവിടെ നിർത്തിയിട്ട് നമുക്ക് ആവശ്യമുള്ള ആ അട കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നിർത്തിയിരിക്കുന്ന ബേസിൽ നിന്ന് പെട്ടെന്ന് അടകൾ കെട്ടി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ആ രീതിയിലാണ് നമ്മളിന്ന് കട്ട് ചെയ്യുന്നത്. അതിന് നമ്മൾ ലെവലായിട്ടല്ല, സ്വല്പം ചരിച്ച്, രണ്ട് സൈഡും സ്വല്പം ചരിച്ച് നമ്മൾ അട കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളിന്ന് ഈ രീതിയിലാണ് അട കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. രണ്ട് സൈഡും കോണായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ഒരു കുറച്ച് ഭാഗം അവിടെ വെച്ച് കട്ട് ചെയ്യേണ്ടുന്ന ഭാഗം നമ്മൾ ഇനി എടുത്തിട്ട് സൂപ്പറിലേക്ക് വെച്ച് കെട്ടി കൊടുക്കാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ കട്ട് ചെയ്ത ആ ഫ്രെയിമിനകത്ത് വെച്ചിരിക്കുന്ന ആ അടയോട് കൂടിയിട്ടുള്ള ആ ഭാഗം തിരിച്ച് കൂട്ടിലേക്ക് വെച്ച് കൊടുത്തു. ഇങ്ങനെ ചെയ്താലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു ബേസ് അവർക്ക് കെട്ടേണ്ട കാര്യമില്ല. ബേസ് കെട്ടാതെ അതിൽ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് അവർക്ക് അടകൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അങ്ങനെ വെച്ച് കൊടുത്തത്. അങ്ങനെ നമ്മൾ സൂപ്പറിലേക്ക് സൂപ്പർ ഫ്രെയിമിനകത്ത് നമ്മൾ എടുത്ത അട രണ്ടായിട്ട് മുറിച്ച് അതിനകത്ത് വെക്കുകയാണ്. മുറിച്ച് വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, സീല് ചെയ്തിട്ടുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ ചെത്തി മാറ്റിക്കളാണ്. അല്ലെന്നുണ്ടെങ്കിൽ ആ സീല് അവർ ചിലപ്പം തുറക്കാതെ അതിൽ നിന്ന് വീണ്ടും അവർ ഹോളുകൾ പണിയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഹോളുകൾ പണിയാനുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ ഈ അടഞ്ഞിരിക്കുന്ന ഭാഗത്തുള്ള തേൻ അവിടെ തന്നെ ഇരിക്കുകയും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അത് തേൻ പുറത്തേക്ക് വരാതെ ആ അട മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആ സീലായിട്ടുള്ള ഭാഗം മുറിച്ചു മാറ്റിയിട്ട് വേണം നമ്മൾ സൂപ്പറിലേക്ക് ഈ അട വെച്ച് കെട്ടി കൊടുക്കാൻ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിച്ചത്, റാണി സെല്ലുകൾ ഉണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളയണം. അങ്ങനെയുള്ള കോളനികൾ 5 ദിവസം 6 ദിവസം കൂടുമ്പം വീണ്ടും നമ്മൾ ചെക്ക് ചെയ്തിട്ട് വീണ്ടും റാണി സെല്ലുകൾ വരുവാന്നുണ്ടെങ്കിൽ നമ്മൾ നശിപ്പിച്ച് കളയേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമത് നമ്മൾ ഒരു കാലി ഫ്രെയിം ഫ്രീ ആക്കി ഇടുമ്പോൾ കട്ട് ചെയ്യുന്ന അട രണ്ട് സൈഡും ഒരു ഷാർപ്പായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർക്ക് പെട്ടെന്ന് അടകൾ കെട്ടിയെടുക്കാനായിട്ട് സാധിക്കും, ഒരു ബേസ് ഇല്ലാതെ തന്നെ. മൂന്നാമതായി സൈഡിലൊക്കെ അവർ അടകൾ എക്സ്ട്രാ പണിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്ത് സ്വാതന്ത്ര്യത്തോടെ കൈകാര്യം ചെയ്യത്തക്ക രീതിയിൽ കൂടുകൾ വൃത്തിയാക്കി വയ്ക്കണം. നാലാമതായി അടകൾ നമ്മൾ വെച്ച് കെട്ടി കൊടുക്കുമ്പോൾ
സീൽ ചെയ്ത ഭാഗങ്ങൾ മാറ്റിയിട്ട് വേണം വെച്ച് കെട്ടി കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ക്ലോസ് ചെയ്യുകയാണ്. വ്യത്യസ്ത അനുഭവങ്ങളുമായിട്ടുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് പൂർണ്ണമായിട്ടും എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി. ഓക്കെ, താങ്ക് യു.